നമസ്കാരം. മുഹമ്മദ് ഖലീബും ആശാവർമ്മയും രണ്ടുപേരും ജാർഖണ്ഡുകാരാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രണയത്തിലാണ്. ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മനുഷ്യരാണ്. പക്ഷേ തങ്ങളുടെ മതം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരാൾ മുസ്ലിം മതവിശ്വാസിയും മറ്റൊരാൾ ഹിന്ദു മതവിശ്വാസിയുമാണ്. ഒരുമിച്ചുള്ള ജീവിതത്തിന് മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ രണ്ടുപേരും അവിടെ ജാർഖണ്ഡിൽ നിൽക്കക്കള്ളിയില്ലാതെ കേരളത്തിലേക്ക് വണ്ടി കയറുകയാണ്. ഇതൊരു സിനിമാ കഥയൊന്നുമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 കേരളത്തിലൂടെ മലയാളി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ജാർഖണ്ഡിൽ നിന്ന് രണ്ടുപേരും കേരളത്തിലെത്തിയ രണ്ടുപേർക്കും ഇവിടെ സഹായിക്കാൻ ആളുണ്ടായി. സ്വാഭാവികമാണ്. കേരളം പോലൊരു സ്ഥലത്തേക്ക് എത്തിയാൽ, പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിലെത്തിയാൽ സഹായിക്കാൻ നല്ല മനുഷ്യരുണ്ടാകും. ഇവിടെയും അങ്ങനെ ആളുകളുണ്ടായി. ഇസ്ലാം മതവിശ്വാസപ്രകാരവും ഹിന്ദു മതവിശ്വാസപ്രകാരവും രണ്ടുപേരും വിവാഹിതരായി. ഈ വിവാഹങ്ങൾക്ക് ശേഷം രണ്ടുപേരും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് തന്നെ ജീവിക്കുന്നു. ഒരാൾ മറ്റൊരാളുടെ വിശ്വാസത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ശീലിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി അവരങ്ങനെ തന്നെയാണ്. ഏതായാലും വളരെ സുന്ദരമായ ഒരു കാഴ്ച. പക്ഷേ ആശയത്തിരക്കി ബന്ധുക്കൾ പോലീസുകാരുമായി കേരളത്തിലേക്ക് എത്തുകയാണ്. കാരണം അവരുടെ നാട്ടിൽ ജാർഖണ്ഡിൽ ഈ പ്രണയം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആളുകൾ തെരുവിലിറങ്ങുന്നു, വലിയ കലാപങ്ങളുണ്ടാകുന്നു. ഈ മുഹമ്മദ് ഖലീബ് ആശാവർമ്മയെ തട്ടിക്കൊണ്ടുപോയി ലവ് ജിഹാദ് എന്നൊക്കെയാണ് അവിടെയുള്ള ചില തീവ്ര സംഘടനകൾ ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആശയെ അവിടെ തിരിച്ചെത്തിക്കണമെന്നാണ് ജാർഖണ്ഡ് പോലീസിൻ്റെ ആവശ്യം. അവർ നേരെ കായംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ആശയെ വിട്ടുകിട്ടണം എന്ന് പറയുന്നു. രണ്ടുപേരും കൊണ്ടുപോകാനുള്ള പുറപ്പാടിലേക്കാണ് വന്നത്. പക്ഷേ പ്രായപൂർത്തിയായ രണ്ട് മനുഷ്യർ, അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം അത് ഇന്ത്യയാണ്. അവർ ഇന്ത്യൻ പൗരരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് കായംകുളം പോലീസ് നിലപാടെടുക്കുന്നു. സുന്ദരമായ നിലപാടാണ്. ഒരു കാരണവശാലും ഈ രണ്ടുപേരെയും വിട്ടുതരാൻ കഴിയില്ല എന്ന നിലപാട് കായംകുളം പോലീസ് എടുക്കുകയാണ്. മടങ്ങിപ്പോയ ജാർഖണ്ഡ് പോലീസ് തിരിച്ചു വന്നത് ഒരു കിഡ്നാപ്പിംഗ് കേസുമായാണ്. ഈ ആശയെ മുഹമ്മദ് ഖലീബ് തട്ടിക്കൊണ്ടുപോയതാണ്. അതിൻ്റെ FIR ഒക്കെ ആയിട്ട് വന്നു. അപ്പോഴും പോലീസ് നിലപാടെടുക്കുന്നു. ഒരു കാരണവശാലും ഇവരെ വിട്ടുതരാൻ കഴിയില്ല. അവരവരുടെ ഇഷ്ടപ്രകാരം വിവാഹിതരായതാണ്. ഏത് വിധേനയും ആശയെങ്കിലും തിരികെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പോലീസ് നിലപാട്. ജാർഖണ്ഡിലെത്തിയാൽ ജീവനോടെ ബാക്കി കാണും എന്നുള്ള കാര്യത്തിൽ രണ്ടുപേർക്കും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും രണ്ടുപേരും ജാർഖണ്ഡിലേക്ക് തിരികെ പോകാൻ തയ്യാറുമല്ല. ഇതിനിടയ്ക്ക് മുഹമ്മദ് ഖലീബിൻ്റെ വീട്ടുകാരടക്കം താമസ സ്ഥലത്ത് നിന്ന് മാറേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട്. അത്ര പ്രശ്നമാണ് ജാർഖണ്ഡ്. ഇതൊരു ലവ് ജിഹാദല്ല എന്ന് ആലപ്പുഴ പോലീസ് മേധാവികളടക്കം വ്യക്തമാക്കി കഴിഞ്ഞതുമാണ്. ഏതായാലും രണ്ടുപേരും ഹൈക്കോടതിയെ സമീപിക്കുന്നു. രണ്ടുപേർക്കും സംരക്ഷണം നൽകണമെന്ന സുപ്രധാനമായ ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കോടതിയുടെ പ്രതികരണം വന്നു, ഉത്തരവ് വന്നു. ഇതിന് പിന്നാലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ പുകഴ്ത്തിയും സർക്കാരിനും മറ്റുള്ളവർക്കും എല്ലാം നന്ദി പറഞ്ഞും രണ്ടുപേരും രംഗത്ത് വരികയും ചെയ്തു. എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള സഹായവും ചെയ്യുമെന്ന് DYFI അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കി രംഗത്തെത്തി. വളരെ നല്ല കാര്യം. DYFI സംഭവം അറിഞ്ഞത് മുതൽ പൂർണ്ണമായ പിന്തുണ നൽകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ നാട്ടിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മരണപ്പെടുമെന്ന സ്ഥിതിയാണ്, ഭയമാണ് അവരെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉള്ളതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് എത്തിച്ചേരാനും ഈ നാടിൻ്റെ പിന്തുണ അവർക്ക് ലഭ്യമാകുമെന്നുള്ളതുകൊണ്ടാണ് പ്രതീക്ഷയോടെയാണ് കേരളത്തിലേക്ക് വന്നത്. ആ പ്രതീക്ഷ കൈവിടാൻ ഞങ്ങൾ തയ്യാറല്ല. ജാർഖണ്ഡ് പോലീസ് ഇപ്പോൾ വരെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനെയും അതിശക്തമായി ഞങ്ങൾ എതിർക്കും. പറഞ്ഞു വന്നത്, ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് വടക്കോട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് രണ്ടുപേർ കേരളത്തിലേക്ക് വരാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാകും? ഓണവും വിഷുവും റംസാനും ക്രിസ്മസും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന, പെരുന്നാളും ഉറൂസുമെല്ലാം
ഒരുപോലെ കൊണ്ടാടുന്ന, ഒരു കോമ്പൗണ്ടിൽ പള്ളിയും അമ്പലവുമെല്ലാം സ്ഥിതി ചെയ്യുന്ന, അവിടുത്തെ ആഘോഷങ്ങൾ ഒരേ മനസ്സോടെ ഏറ്റെടുക്കുന്ന, മറ്റൊരു മതസ്ഥൻ്റെ ആഘോഷത്തിന് വേണ്ടി സ്വന്തം വീടിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുന്ന മലയാളി പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള കേരളത്തിലേക്ക് എത്തി പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ആ ജാർഖണ്ഡുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആഗ്രഹിച്ച ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൻ്റെ ആഹ്ലാദവും സന്തോഷവുമെല്ലാം അവർ തിരിച്ചറിയുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ അത്ര സുരക്ഷിതമൊന്നുമല്ല കേരളം എന്നുള്ള വാദവുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോഴും ചില സ്ഥലത്തെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രണയത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, ദുരഭിമാന കൊലയൊക്കെ വല്ലപ്പോഴും അപൂർവമായിട്ടെങ്കിലും കേരളത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ കേരളം ഈ പറയുന്ന പോലെ സുരക്ഷിതമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടൊക്കെ പറയണമെന്ന് മാത്രമാണ്, ആവർത്തിക്കപ്പെടുന്ന പെരും നുണകളുണ്ട്, ഹേറ്റ് ക്യാമ്പയിനുകളുണ്ട്. പുറത്തൊക്കെ കേരളത്തിനെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന മലയാളി, ലോകം കാണുന്ന മലയാളിക്ക് നന്നായി അറിയാം. പിന്നെ കേരള സ്റ്റോറി പോലുള്ള പെരും നുണകളുണ്ട്. ഇതിങ്ങനെ പ്രചാരം നേടുന്നതിനിടയിലാണ് ഇതിനെയൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് ലവ് ജിഹാദ് അടക്കമുള്ള ആരോപിച്ച് പഴകിയ ആരോപണങ്ങളെ തേച്ചൊട്ടിച്ചുകൊണ്ട് ജാർഖണ്ഡിൽ നിന്ന് വന്ന രണ്ട് മനുഷ്യർ ഹിന്ദുവെന്നും മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് അവരെ വേർതിരിക്കുകയല്ല, അവർ രണ്ട് മനുഷ്യരാണ്. പരസ്പരം സ്നേഹിക്കുന്ന, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച രണ്ട് ഇന്ത്യൻ പൗരരാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്, മതേതരത്വത്തിൻ്റെ കോട്ട കെട്ടി അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളം ഉറക്കെ പറയുകയാണ്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിലൊക്കെ കേരളം സൂപ്പറല്ലേ.